ബാണാസുര അണക്കെട്ടിലൂടെ നീന്തി പോകുന്ന കടുവയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ബോട്ട് സവാരി നടത്തിയ വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങളെന്ന് ആണ് സൂചനയുള്ളത്. സംഭവം റിസർവോയറിന്റെ ഉൾവശത്ത് വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിലാണ്. സഞ്ചാരികൾ ശബ്ദമുണ്ടാക്കുന്നതും ബോട്ട് കടുവയെ പിന്തുടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. വയനാട്ടിൽ നിന്നും അനഘ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഇത് എപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്? ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കടുവയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുമോ? പുറത്തു വന്ന ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മൾ വയനാട്ടുകാരെ സംബന്ധിച്ച് ഒട്ടും അത്ഭുതമില്ല. കാരണം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബാണാസുര റിസർവോയറിൽ കൂടിയാണ്, അത് ഉൾവശത്താണ് ഇത്തരത്തിൽ കടുവ നീന്തി പോകുന്ന ദൃശ്യമുള്ളത്. വനത്താൽ ചുറ്റപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ബാണാസുര അണക്കെട്ട് കടന്നുകൊണ്ട് തന്നെ വനത്തിന്റെ അപ്പുറത്തേക്ക് കടുവ കടന്നിട്ടുണ്ടാവും എന്നുള്ളൊരു നിഗമനത്തിലാണ് വനപാലക സംഘം. ഏതായാലും ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് അവർ എവിടുത്തുകാരാണ് എന്നതിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതായാലും ഇതേക്കുറിച്ച് വനപാലക സംഘം നിലവിൽ ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ബാണാസുര അണക്കെട്ടിന്റെ റിസർവോയറിന്റെ ഉൾവശത്ത് വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിലാണ് ഇത്തരത്തിൽ കടുവ ബാണാസുര അണക്കെട്ട് നീന്തി പോകുന്ന ദൃശ്യമുള്ളത്. ശരി അനഘ, വീണ്ടും ആ ദൃശ്യങ്ങൾ കാണാം. ബാണാസുര അണക്കെട്ടിലൂടെ നീന്തിപ്പോകുന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബോട്ട് സവാരി നടത്തി വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങളെന്നാണ് സൂചന.